ഹായ് കൂട്ടുകാരെ, ഇന്ന് അച്ചുകുട്ടന് നെബുലൈസേഷൻ കൊടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്നും ഇതേ ഉള്ളൂന്ന്. അല്ല, ബാക്കി വീഡിയോസൊക്കെ ഓൺ ദ വേ ആണ് കേട്ടോ. കണ്ട ചെക്കൻ്റെ കള്ള ചിരി കണ്ട. അവനറിയാം ഞാൻ വീഡിയോ എടുക്കണമെന്ന്. അതാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഞാനും ചെരുപ്പൊക്കെ ഇട്ട് സെറ്റായിട്ട് ആ വീഡിയോ എടുക്കണോണ്ട് പിന്നെ ഇല്ലാതെ തന്നെ ഇരുന്നു. കാറിൽ ആശുപത്രി പോകാമെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുന്ന അച്ചുകൂട്ടനാണിത് കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കൂടെ സെറ്റായിട്ട് പിന്നെ നടന്നൊക്കെ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ വലിയ പാടൊന്നുമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇവിടെ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. കുറച്ച് നാളായി ഹോസ്പിറ്റലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. SB ഹോസ്പിറ്റൽ നമ്മുടെ തൊട്ട് പേരേത്ത് ജംഗ്ഷനിൽ തന്നെയാണ് ഹോസ്പിറ്റലുള്ളത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അവനെയും കൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം വന്നതാണ് ഇവിടെ. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാഫൊക്കെ ഉണ്ട്, വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റൽ വേണമല്ലോ. അങ്ങനെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അവന് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെയൊക്കെ നിന്നു. അങ്ങനെ അവർ മെഡിസിനൊക്കെ എടുത്ത് നമ്മളവിടെ ഇതിന് വേണ്ടിയിട്ട് സെറ്റായിരിക്കുന്നു. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കണ്ട നല്ല കുട്ടിയായിട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കാത്തവനാണ്, എന്തോ ഭാഗ്യം അവനങ്ങനെ അങ്ങ് ഇരിക്കാൻ വേണ്ടിയിട്ടങ്ങ് പറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവനെ അതും ഇതുമൊക്കെ പറഞ്ഞ് അവനെ നടത്തിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ ശരിക്കും ദുഷ്ടമെന്നാണ്. തേരിയാണ് ഗായ്സ്. എനിക്ക് എടുത്തോണ്ട് നടക്കാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ നടന്നു. തോന്നി അതുവരെ പോകണം. അയ്യോ അങ്ങനെ വീടെത്തിയപ്പോൾ പിന്നെ അവന് ഭയങ്കര സ്പീഡായി. എന്നെയും കളഞ്ഞിട്ടാണ് അവൻ ഓടിയത്. അങ്ങനെ വീടെത്തി. ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ അകത്തോട്ടൊക്കെ അങ്ങ് കയറി. ഞാൻ പറഞ്ഞെടാ പോയി കതക് തുറയിടാന്ന്. പക്ഷെ അതിന് കഥ തുറക്കാൻ അറിയില്ലല്ലോ. അവിടെ നമ്മുടെ ഒരു പൂച്ച ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവ അതിനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി. പക്ഷേ അത് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അവനും തമ്മിൽ പൂച്ചക്കുട്ടിക്ക് അടിയാണ്. അങ്ങനെ വീടെത്തി ദീർഘശ്വാസം കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.